എൻ്റെ പേര് സിന്ധു ജോൺ. ഞാൻ വാടി ഇടവകയിൽ നിന്ന് വരുന്നു, കൊല്ലം രൂപത. ആദ്യമായി ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. ഞാൻ ആദ്യമായി പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയുടെ കാര്യത്തിൽ തടസ്സമുണ്ടായിരുന്നു. 8 മാസത്തോളം ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് പലതവണ ഞങ്ങൾ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചിട്ടും നടന്നില്ല, വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാനം ജോലി വർക്ക്ഷോപ്പ് പൂട്ടിക്കെട്ടുകയും ചെയ്ത് പണിയില്ലാതെ. പിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലാതിരുന്നപ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ്, നമുക്ക് മാതാവിൻ്റെ അടുത്തൊന്ന് പോകാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ തിരുനടയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേന് ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന്, ജോലിയുണ്ട് ജോണേ വരണേന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഞാൻ മാതാവിൻ്റെ അടുത്തിരിക്കുക, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛൻ വീട്ടിൽ ചെന്ന് ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് ചെന്ന് 2 ദിവസമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് പറഞ്ഞ്, ഇനി പണിയില്ല, ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെയായിരുന്നു പലതവണയും പറഞ്ഞിട്ട് പൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇത്തിരി ഉടമ്പടി ഉപ്പും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയത്. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി മിക്സ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഈ ഉപ്പിട്, പിറ്റേ ദിവസം തൊട്ട് അച്ഛന് ജോലി കിട്ടും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ്, പരിശുദ്ധമ്മ ജോലി തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അച്ഛൻ ആ ഉപ്പുമായിട്ട് പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഉപ്പിട്ട്. പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ജോണേ പണിയുണ്ട് വരണേന്ന്. ആ ജോലി ഇന്ന് വരെ 8 മാസമായിപ്പോൾ 6 മാസമായി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇന്ന് വരെ ആ ജോലി അച്ഛനെ നഷ്ടപ്പെട്ടിട്ടില്ല. 250 രൂപ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഇന്നേത് വരെ ആ ജോലി നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും ജോലി കൊണ്ട് പോകുന്നുണ്ട്. രണ്ടാമത് എൻ്റെ ഇളയ മകന് വേണ്ടിയാണ്. ഇളയ മകൻ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മകനാണ്. അവന് എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്ന് അച്ഛനോ കൈക്കാരനോ വിളിച്ചാൽ ഓടിപ്പോവും. ലീവുള്ള സമയത്ത് അവൻ ഇവിടെ നിന്നല്ല പഠിക്കുന്നത്, എറണാകുളത്ത് നിന്നാണ്. അവൻ എറണാകുളത്ത് നിന്ന് വരുമ്പം വിളിച്ചാൽ ഉടനെ ഓടിപ്പോവും. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏതൊരു അൾത്താരയിലായിരുന്നു. അപ്പോൾ ഇവിടെ ലീവിന് വന്ന സമയത്ത് അവിടെ നിന്ന് കൈക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ആദർശവർണ്ണം വരണേന്ന് പറഞ്ഞ്. അങ്ങനെ ആദർശമോൻ വരണേന്ന് പറഞ്ഞിട്ട് മോൻ ചെന്നപ്പോൾ പറഞ്ഞ്, പുകയ്ക്കാനുള്ള കരി എടുക്കാനായിട്ട് മേളിലൊന്ന് കയറണേന്ന് പറഞ്ഞ്. ഇവ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയപ്പോൾ കാലൊന്ന് പെട്ടെന്ന് മടങ്ങി. പക്ഷേ ഇയാൾ അത് കാര്യമാക്കാതെ തിരിച്ച് താഴെ വന്നിട്ട് കരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് താഴെ വന്ന് പിള്ളേരുമായിട്ട് പോയി പന്ത് കളിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ വേദന വന്ന് അവിടെ വെച്ച് കളി നിർത്തി വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദനയുണ്ട്, ഞാൻ പന്ത് കളിച്ചപ്പോൾ വന്നപ്പോൾ ഞാൻ പന്ത് കളിച്ചപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മേളിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് പന്ത് കളിച്ചായിരുന്നു, അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേന്ന് ടോക്കൺ ബുക്ക് ചെയ്ത് ഡോക്ടറിനെ പോയി കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് മസിൽ പെയിൻ ആയതിൻ്റെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തെ ഗുളികയും തന്ന് പറഞ്ഞു വിട്ട്. അപ്പോൾ ആ ആഴ്ചയിൽ തന്നെ മോന് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ മോൻ തിരിച്ചു പോയി ഒരാഴ്ച. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് കയറിയാണ് പുകയെടുക്കുകയും ചെയ്യുന്നത്. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ എനിക്ക് വേദന കൂടുന്നുണ്ട്, കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ലീവ് ഉണ്ടല്ലേ, എക്സാം വരെയല്ലേ, ലീവ് ഉണ്ടല്ലേ, മോൻ മിസ്സിനോട് പറഞ്ഞിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരാഴ്ചയും കൂടെ നോക്കട്ടെന്ന് പറഞ്ഞു. 2 ആഴ്ച ആയപ്പോഴത്തേക്ക് തിരിച്ചാൾ വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞമ്മ, എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അമ്മ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മോനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോയി കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, അവന് മസിൽ പെയിനാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടറിനെ പറഞ്ഞു, ഡോക്ടറെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, കാരണം ഞങ്ങൾക്കൊരു സംശയമുണ്ട്, കാലിനൊരു ഏന്തുള്ളത് കണക്ക് തോന്നുന്നു നടക്കുമ്പം. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, എന്തോ എൻ്റെ മോന് നടക്കുമ്പോൾ കാലിനൊരു ഏന്തുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്ന് സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ എടുത്തുകൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി, ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ എക്സാം മുടങ്ങുമോ, പരീക്ഷയിൽ അവൻ എഴുതാൻ പറ്റത്തില്ല, തിരിച്ചുവിൻ്റെ പഠിത്തം, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടറിന് പറഞ്ഞ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ, ഇന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്തുവാ? ഞാൻ പറയും, ഇങ്ങനെ കാലിനോ, നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത്? ഇത് 6 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷനാണ്, കിടക്കേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊച്ചിന് പെട്ടെന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. 6 മാസം കഴിഞ്ഞാൽ പോലും തന്നെ അവന് ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, വേറെയുള്ള കാര്യങ്ങളൊന്നും ഓടിച്ചാടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 28-ാം തീയതിന് ഡേറ്റ് എഴുതിയിട്ടിട്ട് തിരിച്ചു വന്ന്. എക്സാം കഴിഞ്ഞ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ച് ജോസഫച്ചൻ മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് സേത്ത് പൂശി വിട്ടു മോനെ. ഞാൻ വീട്ടിൽ ചെന്ന
അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് 2 മഴവില്ല് മേളിൽ നിരഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ 2 മഴവില്ല്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത്. അന്ന് രാത്രി അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി. ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു, ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന. അപ്പം ഞാൻ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നു. ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ട്. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ. അപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മോൻ വന്ന് വിളിച്ച്, അമ്മ സമയം 2 മണി, അമ്മ ജപമാല ചൊല്ല എഴുന്നേൽക്കുന്നില്ലയോ? ഞാൻ പറഞ്ഞു, ആ എഴുന്നേക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ അച്ഛനെയല്ലേ സ്വപ്നം കണ്ടത്. ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം രാത്രി കൊന്തയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മക്കളോട് ഉപ്പാട് പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ട് എൻ്റെ മോന് സുഖം കൊടുക്കും മാതാവ്, കാരണം അച്ഛനെയല്ലേ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുന്ന അച്ഛൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. അത് ഒരു ഇത്തിരി നേരം ഞാൻ കണ്ടോളൂ. അച്ഛൻ വന്നുകൊണ്ട് പറഞ്ഞു, മോളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, പെട്ടെന്നാവട്ടെന്ന് പറഞ്ഞു. അച്ഛൻ കയറെന്ന് പറയുന്നതിനെ കൊണ്ട് പെട്ടെന്ന് എന്നെ ആരോ വന്ന് വിളിച്ചുണർത്തി. ഞാൻ അങ്ങ് എഴുന്നേറ്റ്. ഇതെല്ലാം ഉറക്കത്തിൽ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സാം കഴിയുമ്പോൾ കൊണ്ടുപോകണമല്ലോ. എക്സാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും കൂടെ സ്കാൻ ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം തന്ന റിസൾട്ട് വേറെ 2 ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചായിരുന്നു. അന്നേരം ആ ഒരു ഡോക്ടറാണ് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു. രണ്ടാമത് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, ഈ കുഞ്ഞിൻ്റെ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ പഴം തുണി പോലെ കീറിപ്പോയതാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് അവന് ദൈവം കൊടുത്ത് അവനായിട്ട് ഇല്ലാതാക്കിയതാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ടാൽ അത് ശരിയാവത്തോളം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നെയും എൻ്റെ മൂത്തവൻ പറഞ്ഞ്, അമ്മ ഒരു കാര്യം ചെയ്ത് 2 ഡോക്ടർമാരല്ലേ പറഞ്ഞ്, ഒരു ഡോക്ടറിനെയും കൂടെ കാണിച്ച് നോക്കാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്തും ഈ റിസൾട്ട് ഞാനും മോനും അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടറും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത്, ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ വേറൊരു ചേച്ചിക്ക് റിസൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഡോക്ടർ പറയുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ അടുത്ത് വന്ന് പോകുന്നതൊക്കെ. പിന്നീട് ഞാൻ രണ്ടാമത്തെ സ്കാനിങ് ഡോക്ടറിൽ നിന്ന് എഴുതി മേടിച്ച് സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അന്ന് കിട്ടത്തില്ല, പിറ്റേ ദിവസം കിട്ടത്തോളം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ മാതാവായിട്ട് ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ വെപ്രാളവും കണ്ടിട്ടായിരിക്കും അന്ന് തന്നെ 3:30 ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് തന്ന്. മോൻ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങനെ പറയത്തൊക്കെ കുഴപ്പമൊന്നും കാണും. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞില്ലേ, എന്നാലും നമുക്ക് ഡോക്ടറിനെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട്, വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി, ചിരിച്ചിട്ട് പറഞ്ഞു, മോൻ നടന്ന് നോക്കട്ട്, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ ഓപ്പറേഷത്തിന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ, ഞാൻ ഇത്രയും വിചാരിച്ചോളൂ എൻ്റെ അമ്മയെടുത്ത്. അമ്മ എനിക്ക് വചനത്തിൽ തന്നതെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനാവാത്ത കര ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞത് എന്നോട്, നീ സങ്കടപ്പെടണ്ടെന്നാണ് എപ്പോഴും എന്നോട് പറയും. ഞാൻ അമ്മയെ, എൻ്റെ മകന് സുഖം തന്നില്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ മക്കളും ഒരു പപ്പായും പറയുമായിരുന്നു, നമ്മൾ ദൈവം പാതി നാം പാതി എന്നാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ മകന് തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന വന്ന് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഡിസ്ക് ബൾജായി നിൽക്കുകയാണ്, ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് മരുന്ന് ചെയ്താൽ സുഖമാകത്തുള്ളൂ, അത് എപ്പോൾ സുഖമാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എത്ര നാളെടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആയുർവേദത്തിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പുറത്ത് പോകാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛനാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഒരു 3 ദിവസം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാനിതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ ഉടമ്പടി തൈലമുള്ളടുത്ത് ഞാൻ എന്തിനു ഈ മരുന്ന് തേക്കുന്നത്, ഞാൻ അത് മാറ്റിയിട്ട് എല്ലാ ദിവസവും 2 നേരവും മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ എനിക്ക് പള്ളിയിൽ പോയി ഇരുന്ന് കുർബാന കാണാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, മുട്ടുകുത്താൻ പറ്റത്തില്ല, പരിശുദ്ധ കുർബാന എടുത്തിട്ട് മുട്ടുകുത്താൻ പറ്റത്തില്ല, ആരാധന സമയം മുട്ടുകുത്താൻ പറ്റത്തില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേദനയായിരുന്നു അത്രയും. പക്ഷേ ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വേദന പതിയെ കുറഞ്ഞു വന്നു. ഇന്ന് എനിക്ക് ആ നടുവേദന എൻ്റെ ശരീരത്തിൽ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല.
പിന്നീട് എൻ്റെ മൂത്ത മകന് ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അവസാനത്തെ എക്സാം വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഭയമുണ്ട്, ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, എന്നാലും എന്തോ എനിക്കൊരു പേടിയുണ്ട്, അമ്മ എന്നാലും ഞാൻ ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട. അവന് പോകാൻ നേരമായപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ എണ്ണ തലയിൽ പൂശി കൊടുക്കുകയും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ പേനയുടെ ക്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഈ ഉപ്പെടുത്ത് ഇരിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ 4 വശം ഇട്ടിട്ട് എഴുതണം. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 7 എന്നുള്ളതിൻ്റെ 75% മാർക്കോടുകൂടി മോൻ പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവ 85% മാർക്കോടുകൂടി പാസ്സായി. പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനക്കോടി നന്ദി പറയുന്നു ഞാൻ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന കണക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ രോഗികളെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. പൊതിച്ചോറ് ഞങ്ങൾ മൂത്താൾ വീട്ടിലല്ല, അവൻ തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇളയാളുള്ള സമയത്ത് ഇളയാളും പപ്പായും കൂടെ എന്നെ സഹായിക്കും, എല്ലാം വയ്ക്കാനും വിളമ്പാനും പൊതിഞ്ഞ് കെട്ടാനും. എന്നിട്ട് ഞങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും അവർക്ക് പൈസയും കൊടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള രോഗികൾ 1-2 പേരുണ്ട്, അവരെയൊക്കെ പോയി കാണും. പിന്നെ അറിയാം എവിടെയൊക്കെ രോഗികളുണ്ടോ അവിടെയൊക്കെ നമ്മളെ പറ്റുന്നിടത്ത് പോകും. പിന്നെ അനാഥാലയങ്ങളിൽ പോവും, അവിടെയും നമ്മൾ പോയി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യും, അവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യും. പിന്നെ പ്രേക്ഷിത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം മേടിച്ചിട്ട് എൻ്റെ ഈ മകനുണ്ടായിരുന്ന സമയത്ത് ഇവനെയും കൊണ്ട് നടന്ന് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് ഞാൻ പറയും, എൻ്റെ മോൻ ഇങ്ങനൊരു വലിയ അനുഗ്രഹം മാതാവ് തന്നതാണ്, അവന് ഓപ്പറേഷൻ കൂടാതെ സുഖമാക്കി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ പോയി മാതാവിനെ കാണണം, മാതാവ് നിങ്ങൾക്ക് വേണമെന്ന് എല്ലാം തരുമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു, എല്ലായിടത്തും പറയുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വയ്യാതെ തൊണ്ടയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഈ ഒരു പനി വന്നിട്ട് എനിക്ക് ശരീരം മണ്ടയും തലയൊക്കെ പഴുത്തിട്ട് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു, കാറ്റ് പോലെ മാത്രമേ വരത്തുള്ളായിരുന്നു. അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോയി. വേറൊരു ചേച്ചി ഇരുന്നിട്ട് നമ്മുടെ ജാതിയല്ല, ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച്, എന്താ മോളെ ഈ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ കയ്യിലിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത്, അപ്പം എൻ്റെ അടുത്ത് വെച്ച് കൊന്തയാണോ എന്ന് ചോദിച്ചു. ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ആന്ന് ജവമാലയാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വെച്ച് എങ്ങനെയാന്ന് ഞാൻ അത് മൊത്തം ഇരുന്ന് ചൊല്ലുന്ന രീതി, സൗണ്ട് ഇല്ല എനിക്കെങ്കിലും ഞാൻ എൻ്റെ സ്ട്രെയിൻ എടുത്ത് എന്നെ പറ്റുന്ന രീതിയിൽ ആ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത. അപ്പം ആ ചേച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണില്ലേ നിങ്ങൾ ജവമാല ചൊല്ലുന്ന. ഞാൻ പറഞ്ഞാന്ന് അത് അറിയാഞ്ഞൂടാത്തവർക്ക്. അപ്പം ഞാൻ ചോദിച്ചു മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ കൃപാസനത്തിൽ? അപ്പം പറഞ്ഞില്ല, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആലപ്പുഴ കലവൂരാണ്, അവിടെ പോകണം മാതാവിൻ്റെ അടുത്ത്, ഞാൻ അവിടുത്തെ പ്രേക്ഷിതയാണ്, ഞാൻ അവിടെ പോകുകയെടുക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മാതാവ് എനിക്ക് ചെയ്തെന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നിയമാവർത്തനം 28:5-6 തിരുവചനങ്ങൾ. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. സിന്ധു ജോൺ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന കൃപാസന മാതാവിലൂടെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്ക് വരുമാനമില്ലാതായ സാഹചര്യമാണ്. വർക്ക്ഷോപ്പ് ജോലിയൊന്നുമില്ലാതെ ക്ലേശിച്ച നാളുകളിൽ ഏറെ നാളത് ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയും തെളിയാതെ നിൽക്കുമ്പോഴാണ് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി കൊടുക്കുകയും അത് ആ വർക്ക്ഷോപ്പിൽ വിതറി അമ്മ മാതാവിൽ ശരണപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കൈമാറുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഓണർ സഹോദരനെ വിളിക്കുകയും പിന്നീട് ഇന്ന് വരെയും ഒരു ദിനം പോലും പണിയില്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും നിറയെ ആ വർക്ക്ഷോപ്പിൽ പണി കിട്ടിക്കൊണ്ട് കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിച്ചത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് ഓരോരുത്തർക്കും വന്ന രോഗസൗഖ്യ വിഷയങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഓരോന്നിനും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നതും. നമുക്കറിയാം, ഉടമ്പടി പ്രകാരം നമുക്ക് കൈമാറുന്ന നേർച്ച വസ്തുക്കൾ ദൈവശക്തി പകർന്ന് കൈമാറുകയാണ്. ഓരോ ദിവസവും ജോസഫ് അച്ഛൻ ദിവ്യബലിക്ക് ശേഷം ഈ നേർച്ച വസ്തുക്കളെല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്.
അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ സംരക്ഷണയാൽ, നാളിതുവരെ ജോസഫച്ചൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളാൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് അനുഗ്രഹവും സൗഖ്യവും സംരക്ഷണവും സഹായവുമായി തീരണമെന്ന് അമ്മ മാതാവിൽ പ്രത്യേകം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഓരോ നേർച്ചവസ്തുവും ആശീർവദിക്കുന്നത്. അത് വിശ്വസിച്ച് സ്വീകരിക്കുകയും അത് അനുഗ്രഹമാകുമെന്ന പ്രത്യാശയോടുകൂടി പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ അടയാള വസ്തുക്കളായി തീരുന്നത്. അത് നമുക്ക് തൊഴിലിടത്തിൽ അനുഗ്രഹത്തിൻ്റെതാവുന്നു, രോഗക്ലേശങ്ങൾക്ക് സൗഖ്യത്തിൻ്റെതാവുന്നു, പ്രതിസന്ധിയുടെ അവസരങ്ങളിൽ അവ മാറിപ്പോകുന്നതിന് കാരണമായി തീരുന്നത് നാം എങ്ങനെ ഈ നേർച്ച വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴൊക്കെ ഒരു നേർച്ച വസ്തു നിങ്ങൾ ഉപയോഗിക്കുവാനായി കരങ്ങളിലെടുക്കുന്നുവോ അപ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ദൈവശക്തി പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം പ്രയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഒന്നിനു പിറകെ ഒന്നായി ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, മരുന്നിൻ്റെ ശക്തി കൊണ്ടല്ല, കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ടുമല്ല, മറിച്ച് ദൈവശക്തി ഒന്നുകൊണ്ട് മാത്രം, ദൈവകൃപയാൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ശരണപ്പെട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് അമ്മ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്കിത് ഓരോ നിയോഗവും അനുഗ്രഹമാക്കി നൽകിയെന്ന് ഏറ്റുപറയുകയാണ്. പ്രത്യേകിച്ച് മകൻ്റെ സൗഖ്യത്തെക്കുറിച്ച് വളരെ വാചാലമായി തന്നെ സഹോദരി സൂചിപ്പിച്ചു. ലിഗമെൻ്റ് പൊട്ടിപ്പോയതാണ്. പൊട്ടിയെന്ന് മാത്രമല്ല, അത് പിഞ്ചിപ്പോയതാണ്. തിരികെ അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുവാൻ പറ്റാത്ത വിധം ആകെ അത് ടിയർ ചെയ്ത് പിഞ്ചി പൊളിഞ്ഞുപോയ ലിഗമെൻറ്റുമായി മകൻ്റെ സ്കാൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് 3 ഡോക്ടർമാരും ഒരുപോലെ പറയുന്നുണ്ട്, ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇവൻ ഈ ലിഗമെൻ്റ് ഉപയോഗിച്ച് നന്നായി കാല് മടക്കി നടക്കുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് 6 മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുന്നത് കൊണ്ട് അവൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് അമ്മ പറയുന്നുണ്ട്. ഈ ലോകത്തിലെ വൈദ്യന്മാരല്ലല്ലോ ശരിയായ വൈദ്യൻ. സൗഖ്യപ്പെടുത്തുന്നവനും സംരക്ഷിക്കുന്നവനും സുവിശേഷങ്ങൾ അനേകർക്ക് ഏത് രോഗത്തിനും സൗഖ്യം പകർന്ന കർത്താവിൻ്റെ അരികിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെയാണ് ജോസഫച്ചൻ്റെ അരികിൽ കൊണ്ടുവന്ന് മകനെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈവപ്പ് ശുശ്രൂഷയിലൂടെ നമ്മുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ നിയോഗം വിശുദ്ധമായിരിക്കണം, നമ്മുടെ ആവശ്യം അത്യാവശ്യമായിരിക്കണം. ദൈവത്തിന് സൗഖ്യപ്പെടുത്തുവാൻ, ഇടപെടുവാൻ, പരിഹരിക്കുവാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഒരു നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാണ് നിങ്ങൾ ജീവിത വിഷയത്തെ ജോസഫച്ചൻ്റെ കരങ്ങളിൽ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതെങ്കിൽ അച്ഛനത് അമ്മ മാതാവിന് നമ്മുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ച്, ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ കുരിശുരൂപം കരങ്ങളിൽ നൽകിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ ആവശ്യപ്പെടുമ്പോൾ സൈത്ത് പൂശിക്കൊണ്ട് നമ്മുടെ രോഗങ്ങളിടത്ത് സൈത്ത് പൂശി കുരിശടയാളം വരച്ച് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണയാൽ സൗഖ്യത്തിന് വേണ്ടി, ജീവിത വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് സൗഖ്യത്തിൻ്റെ അടയാളമായി മാറും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി അൾത്താരയിൽ ഏറ്റുപറയുക. അല്പ ദിവസം കഴിയുമ്പോൾ മഴവില്ല് കാണുന്നുണ്ട്. അത് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അമ്മ സാന്നിധ്യമായി വരുമ്പോൾ സഹോദരിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് ഇടപെടുന്നു, എൻ്റെ ഈശോയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു, എൻ്റെ മകൻ്റെ നിയോഗത്തിന് മേൽ തീരുമാനമാകുന്നുവെന്ന്. അതാണ് തിരികെ ചെന്ന് ഡോക്ടർമാരോട് പറയുന്നത്, ഒന്നുകൂടി സ്കാൻ ചെയ്യണം. അവർക്ക് സംശയമില്ലാത്തത്, അവർ ഓപ്പറേഷന് വേണ്ടി തയ്യാറായിരിക്കുന്ന വിഷയത്തെ ഒരിക്കൽ കൂടി കൊടുത്തുകൊണ്ട് ഡോക്ടർമാരോട് പറയുന്നു, ഇതൊന്നുകൂടി സ്കാൻ ചെയ്യണം. സ്കാൻ റിപ്പോർട്ടിൽ ലിഗമെൻറ്റിനെ മുഴുവനായി സൗഖ്യപ്പെട്ടത്, ആ പൊട്ടൽ പോലും കാണപ്പെടാത്ത വിധം പൂർണ്ണമായി ആ രോഗം ഭേദമായെന്ന് ഡോക്ടർമാർ തിരിച്ചു പറയുമ്പോൾ എന്ത് ചെയ്തു, എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അമ്മ മാതാവിൻ്റെ തിരുനടവരെ എത്തി, ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചു, അച്ഛൻ്റെ കരങ്ങളിലേക്ക്, ജോസഫ് അച്ഛൻ്റെ കരങ്ങളിലേക്ക് ഈ രോഗവിഷയം സമർപ്പിച്ചുകൊണ്ട് ശൈത്യപൂശി പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അച്ഛൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യപ്പെട്ടു വന്ന
പ്രിയമുള്ളവരെ, ദൈവം വലിയ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം അറിയുന്നതിന് വേണ്ടി കൂടിയാണ്. അനേക മക്കൾക്ക് അടയാളങ്ങൾ കൊടുക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്നും സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ഇന്നും ജീവിതക്ലേശങ്ങൾക്ക് ഭാരം ലഘൂകരിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ലോകം അറിയുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി അമ്മ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കണമേ, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ലോകത്തിന് നടത്തിത്തരുവാനാവാത്തതൊക്കെയും ദൈവത്തിന് നമുക്ക് വേണ്ടി നടത്തിത്തരുവാൻ കഴിവുണ്ട്. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ചോദിച്ചാൽ അവൻ തന്നുകൊണ്ടിരിക്കും, സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന്, വരുമാന വർധനവിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.